ആളുകൾ വിചാരിക്കേ പെൻസിലാണ് വന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ബൈക്ക്, ഇപ്പൊ ആദ്യക്കാല സ്റ്റാൻഡാണ് ഈ വണ്ടി പോരാ എവിടെയും പറയും. അല്ലാതെ എന്താ ഈ കൊറോണ കാരണമാണ് ഷാൻഷാ, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സമയത്ത് വെറുതെ കാശ് സ്പെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. എടുക്കുമ്പോ ഒരു ഇന്നോവ എടുക്കണോണ്ട് മേടിക്കടാ, സമയം എടുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ എന്താ വിഷയം, നമ്മൾ ഈ സമയത്ത് വെറുതെ കൊണ്ടേ കാശ് സ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമൊന്നും ഇല്ല. ശരിയാണ്, ഇപ്പൊ ഈ അവസ്ഥയിൽ കറക്റ്റാണ്. പിന്നെ ഭയങ്കര ഇപ്പൊ എത്ര ആൾക്കാരെ അൽഹംദുലില്ലാഹ് ഏതെങ്കിലും ഉണ്ടല്ലോ, ഏറ്റവും വലിയ കാര്യം. എനിക്ക് ഇതിനോടൊന്നും വലിയ എക്സൈറ്റ്മെന്റ് ഇല്ല, എനിക്ക് വണ്ടികളോടുള്ള എക്സൈറ്റ്മെന്റ്. എനിക്ക് പൂച്ച, മൊബൈൽ ഫോൺ, ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതാണ് സ്ഥലം ബൈക്കാ, അതാണ്ട് ഹെൽത്ത് ക്ലബ് ആയിരിക്കണം. ജിമ്മൊക്കെ കാണുമ്പോ വേറെ മൂടാണ്ട് എനിക്ക്. ജിമ്മ് കാണുമ്പോൾ മൂടായിട്ടല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് റെഡ്മി നോട്ട് 9 ആണ്. 4 ക്യാമറ ഉണ്ടാ ഷാൻഷാ. നിനക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് അല്ല, ഇതെന്താ പറയാ, 4 ക്യാമറ ഉണ്ടെങ്കിൽ 4 ഒരേ സൈസ് അല്ല. 4 ക്യാമറ, ഒരു ക്യാമറ 48 MB, 8 MB, 2 MB, 2 MB. നമ്മൾ തുറന്നിട്ടൊന്നും ഇല്ല, തുറക്കുമ്പോ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. പൊട്ടിക്കാൻ പറ്റില്ല. പുലിയാണോ സിമ്മോണെന്നൊക്കെ അള്ളാഹ്ക്കറിയാം. പിന്നെ എന്താണെന്നറിയോടാ, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് കാര്യം കാണുക എന്നുള്ളതാണ് അല്ലെ. എന്റെ കാഴ്ചപ്പാടിൽ ഈ ഒരു ഇതാ നോക്കി, എന്തുവോ വെറുതെ ഇത് ആരോ ഓന്ന് പറയാൻ പറഞ്ഞു, അവനും അതുപോലെ ഓന്ന് പറയാണ്. ഒരു ഓയും ഇല്ല ഇതിന്റെ അകത്ത്. എന്നറിയോ, കവറാണ്, കവറ്. മറ്റേ ഇതില്ലേ, എന്ത് കവറ്? ഒന്നുമില്ല, അതാണോ ഓന്ന് കണ്ടപ്പോ വിചാരം ഒന്നുമില്ല, ഓന്ന് വെറുതെ ഒരു ഡയലോഗ് അടിച്ചേക്ക. അടുത്തത് ഫോൺ. വാവ്, അതെ, ഫോൺ എടുക്കുന്ന മുമ്പേ വേറെ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത് നോക്കിയേക്കാം. ഹെഡ്ഫോൺ ഇല്ല ഷാൻഷാ, ഹെഡ്ഫോൺ ഇല്ല. ഇത് കേബിൾ. ഇത് സാധാരണ കേസിൽ നമ്മൾ പറയുമ്പോൾ എല്ലാം എണ്ണി പറയും. ഇത് കേബിൾ ആകുന്നോ, ഇത് ചാർജർ ആകുന്നു, ഇത് എത്ര വോൾട്ട് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായിക്കൊള്ളുന്നത്. എന്ത് പറഞ്ഞാലും ഇവന്മാരുടെ ഒരു തുറക്കല്ലേ, അത് ഞാൻ നോക്കട്ടെ, കനം ഉണ്ടാകും നോക്കട്ടെ. കനൊന്നുമില്ലല്ലോ ബൈക്ക്, ചെറിയ വെയിറ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ബാറ്ററിയെ എനിക്ക് തോന്നുന്നു 5020 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതന്നെ 5020 mAh ആണ് ബാറ്ററി. അപ്പൊ ചെറിയൊരു വെയിറ്റ് എന്തായാലും ഉണ്ടാവും. കളർ വെറൈറ്റി കളറാണ് ബൈക്ക്, നല്ല രസമുണ്ട്. എടീ, ഞാൻ എന്താ വിഷയം എന്ന് പറയും, ഇവന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റെഡ്മി നോട്ട് 8 ഉണ്ടായിരുന്നു. അത് നല്ല സക്സസ് സാധനമായിരുന്നു. അതിൽ നിന്ന് കുറച്ച് വേരിയേഷൻ ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. കളർ സൂപ്പറാണ്. ഇതിന്റെ പേര് ആർട്ടിക് വൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ഇതിന്റെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് ഇതിന്റെ ഒരു എന്താ പറയാ, ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളു. എന്താ അഭിപ്രായം? 4 ക്യാമറ കാണുമ്പോ തന്നെ ഒരു പഞ്ചുണ്ട്. അല്ല, ഞാൻ നേരത്തെ അല്ലേ സാധാരണക്കാരൻ വർക്ക് ചെയ്യത് നോക്കാല്ല, ഇത് സമാനപ്പെടും. ഡിസ്പ്ലേ ഒക്കെ ഉണ്ടാ, ഡിസ്പ്ലേ ഒക്കെ ഒരു എന്താ പറയാ HDR10 സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ്. അത് വെച്ചാൽ നമുക്കൊരു HDR10 എന്ന് പറഞ്ഞാൽ അറിയോ, നമ്മളിപ്പോ ഒരു ആമസോണോ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സോ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ വീഡിയോയുടെ ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരു ഫോൺ പെർഫെക്റ്റ് ആയിട്ട് പറ്റും. ഇപ്പൊ നീ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇതിന്റെ നീ തൊട്ട് നോക്കി, കൈ കൊണ്ടുവാ, അല്ലേ, ഒരു ഇത് കണ്ടോ, ഒരു ടിപ്പല്ല, അതായത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതെന്താന്ന് മനസ്സിലായോ? ഇല്ല. അതായത് നമ്മളെ ഷാൻഷാനെ ഇപ്പൊ ആദ്യം പോലെ ഫോൺ പഠിപ്പിക്കേണ്ട അവസ്ഥയാണ്. അതായത് ഇപ്പൊ ഈ സ്ക്രീൻ താഴെ വീണ് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്നുള്ളതൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. നേരത്തെ പറഞ്ഞേ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ. ഈ ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഞാൻ ചോദിക്കാം, എന്റെ ഫോൺ അപ്പൊ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. കളർ നമ്മൾ പറഞ്ഞു, നോക്കിയേ, കളറൊക്കെ നല്ല ഒരു എഡ്ജ് ഒക്കെ ഉണ്ടാ, നല്ല ഷൈനിങ് അല്ലേ. നിനക്ക് അതിമനോ ഒരു മൊബൈൽ ഫോൺ റിവ്യൂ ചെയ്യാനുള്ള ഇത് കണ്ട. ക്യാമറ ഒരു മൊഞ്ചനാണ് ഇരിക്കുന്ന, ക്യാമറ മൊഞ്ചൻ. സൈഡിൽ ഒരു LED ചെറിയൊരു ഫ്ലാഷ് ഉണ്ട്. ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കട്ടെ, അവിടെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഓണാക്കട്ടെ. ഞാൻ സത്യം പറഞ്ഞ പണ്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോഴാ ഷാൻഷാ നമ്മൾ അകത്തിരുന്നാണല്ലോ ചെയ്യുന്നത്. അപ്പൊ അകത്തിരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നമ്മളിങ്ങനെ പറയും, വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യണത്. നോക്കട്ടെ എന്തായാലും. പിന്നെ വേറെ എന്താ വിഷയം? പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഇതിപ്പോ ആൾക്കാർ എന്നോട് ചോദിക്കാൻ നടക്കുന്നത്, ഫോൺ എങ്ങനെയുണ്ട്, ഫോൺ എങ്ങനെയുണ്ട്. ഇത് കാര്യം പറഞ്ഞോ? അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴും
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പല കമ്പനികളും നമുക്ക് ഈ ഫോൺ, ചില കമ്പനികൾ നമുക്ക് യഥാർത്ഥത്തിൽ ഫോൺ അയച്ചു തരും. ചില കമ്പനികൾ നമ്മൾ പറയും എന്താ പറയാ, നമ്മൾ ഉള്ള പോലെ പറയും കേട്ടോ ബ്രോ. ഫിംഗർ പ്രിന്റ് എന്ന സംഭവം ചെയ്യാം കേട്ടോ. ആദ്യം നമുക്കൊരു പാസ്വേഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഇത് ഇപ്പൊ തന്നെ 2 3 4 വാവ്. ഓക്കെ, നമ്മുടെ എല്ലാത്തിൻ്റെയും പാസ്വേഡ് 1 2 3 4 5 6 ഇരിക്കുന്നു. പിന്നെ 1 2 3 4 5 6. ഇതെന്താണെന്നറിയോ? ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്കിലാണ്. കൈ കാണിച്ചേ, ബാക്കിലാണോ? അലംബിൽ മുറാദ്. ഓ അതെ, നിന്റെ കൈ കാണിക്കും, നിന്റെ എൻ്റെ കാണിക്കണ്ട, ഇനി എൻ്റെ കാണിച്ച. ഓക്കെ ഓക്കെ, ബാക്ക് 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 സ്കിപ്പ്. ഓക്കെ, ഒരു മിനിറ്റ്. സ്കിപ്പ് ദ സെറ്റപ്പ് മോർ. ഞാനിപ്പോൾ എന്തായാലും പാറ്റേൺ ഒന്ന് നമുക്കൊന്ന് നിന്റെ കൈ കൊണ്ട് തന്നെ ഒന്ന് നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. പാറ്റേൺ അതൊക്കെ ചെയ്യണമല്ലോ. അതൊക്കെ അതല്ലാതെ പിന്നെ നമ്മളിത് ഫാസ്റ്റ് ആണോ? ഇപ്പൊ 14,000 രൂപയാണ് ഫോണിലുള്ളത്. ഈ 14,000 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞെന്നറിയോ, 14,000 രൂപ എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യാന്ന് പറയാം? നമ്മുടെ വീട്ടിലെ ഭാര്യ എനിക്കൊരു മുഞ്ചുള്ള ഫോൺ വേണം വയ്ക്കാന്ന് പറയില്ലേ, അവർക്ക് കൊടുക്കാം. പിന്നെ ഇപ്പൊ പിള്ളേര് ഓൺലൈൻ എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് പറ്റും. അതല്ലാതെ 14,000 രൂപക്ക് ഇതിൽ വെല്ലാൻ പറ്റുന്ന ഫോൺ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മൾ പറയുന്ന നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി, അത് നമുക്കിനി പറ്റില്ല. ഷാൻഷാ സ്ക്രീനൊക്കെ നല്ല രസമുണ്ടാണ്. ഡിസ്പ്ലേ കൊള്ളാം. ഡിസ്പ്ലേ കൊള്ളാന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇതിന്റെ ഡിസ്പ്ലേയില് ഞാൻ നേരത്തെ പറഞ്ഞില്ല HDR10, ഇതിനൊക്കെ ആമസോണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണാൻ പറ്റുമെങ്കിൽ അത് ഓക്കെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ കാര്യം, ഇപ്പൊ രാത്രി ഉണ്ടല്ലോ, രാത്രി നമ്മള് രാത്രി മൊബൈൽ ഫോൺ കാണാറുണ്ടോ? രാത്രി ഒരു 11 മണി 12 മണി വരെ മൊബൈൽ ഫോൺ കാണാറില്ല. എനിക്ക് ഈ പൂച്ചയുടെ മെസ്സേജ് ഒക്കെ വന്നിട്ട് അതൊന്നും നോക്കി തീരണ്ടേ. അത് TUV സർട്ടിഫൈഡ് ആണ്. അതായത് സ്ക്രീൻ നമുക്ക്, അതായത് ഒരു മൊബൈൽ റേഡിയേഷൻസ് ഒരിക്കലും പോരാ എന്നാ പറയണത്. പക്ഷെ അതിന് TUV സർട്ടിഫൈഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലാണെന്ന് ആലോചിക്കണം. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നേരത്തെ വെയിറ്റ് ചോദിച്ചില്ലേ, 199 ഗ്രാമാണ് വെയിറ്റ്. നോക്കിയാൽ ബാറ്ററി കുറച്ച് കൂലാണ്. ഞാൻ പറയാം 5020 mAh 2 ദിവസമൊക്കെ നിൽക്കണ്ട. അതൊക്കെ നമുക്ക് ഉപയോഗിച്ചാലേ പറയാൻ പറ്റും. നമ്മളിതിപ്പോ 2 ദിവസം എങ്ങനെ നിൽക്കും, ഞാനെങ്ങനെ അറിയാൻ ഉപയോഗിക്കാതെ. അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം. നമ്മൾ നേരത്തെ ചെയ്തെന്ന് വെച്ചാൽ മറ്റേ നിന്റെ ഫിംഗർ പ്രിന്റ് ആണ് കേട്ടോ. പാറ്റേൺ ലോക്ക്, ഫിംഗർ പ്രിന്റ് അൺലോക്ക് 1 2 3 4 5 6 സ്പെസിഫിക്. കൈ വേണം. വാ ഇതെന്താന്നറിയോ? നിന്റെ ആധാരം മൊത്തം എഴുതിറക്കിയാണ്. ഇത് മതി. ഇനി വേറൊരു കാര്യം, എനിക്കൊന്നും ഇല്ല, അതുകൊണ്ട് ബാക്കി തയ്യൽപ്പെട്ട് എടുത്തോ. കുറച്ച് പൂച്ചയുണ്ട് വീട്ടില്. പൂച്ചേനൊക്കെ നമുക്ക് വളർത്തണോ ഷാൻഷാ? ഓക്കെ ഡൺ. ഒന്ന് തൊട്ടെ, പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല, ഫാസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉണ്ട്. അതൊക്കെ ഇതിൽ മെമ്മറി കാർഡ് ഇടാൻ പറ്റുമോ? മെമ്മറി ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കണം. ആടാ 2 സിമ്മും പറ്റും, ഒരു മെമ്മറി കാർഡും പറ്റും. അപ്പൊ നമുക്കിപ്പോ സിനിമയൊക്കെ വേണമെന്നുണ്ടെങ്കിലേ, നമുക്ക്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ പായിക്കാം, സിനിമയുടെ അല്ല ഞാൻ പറഞ്ഞു, പബ്ജി കളിക്കാൻ പറ്റുമോ പിള്ളേർക്ക്? അതാണ് മെയിൻ കാര്യം. അയ്യോ, അത് വിറ്റായിപ്പോട്ടെ. കാരണം ഞാനേ പബ്ജിയുടെ കേസ് പറയുമ്പോൾ നമ്മളൊരു പബ്ജി പ്ലെയർ അല്ല എക്സാക്ട്ലി. പബ്ജിയൊക്കെ എപ്പോഴും ഇതിന്റെ പ്രോസസിങ് സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിന്റെ കാര്യം നടക്കുന്നത്. എനിക്കും അറിയാൻ പല സംഭവം. പക്ഷെ പിള്ളേര് നോക്കുന്നത് ഇപ്പൊ പബ്ജി കളിക്കാൻ പറ്റുമെന്നുള്ള. ഞാനിപ്പോ ഒരാളെ കണ്ടിട്ടുണ്ട്, മൊബൈൽ ഫോണിലൊക്കെ പബ്ജി കളിക്കാൻ പറ്റുന്ന ഒരു പയ്യനെ കണ്ടിട്ടുണ്ട്. അവനോട് ചോദിക്കണം. MediaTek Helio G85 എന്നാണ്. മനസ്സിലായ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ മനസ്സിലായി. അതെന്നറിയാം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതാ പിള്ളേരെ വിളിച്ച് സെറ്റ് ചെയ്യാലേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ഉപയോഗിച്ച് നോക്കണമല്ലോ അല്ലേ? അതെ, അതൊക്കെ നമുക്ക് വേറൊരു സമയത്തെ പറ്റുള്ളൂ. 1-2 ഫോട്ടോ എടുക്കാൻ. അതെ, എങ്ങനെയുണ്ട് നോക്കാലോ. 4 ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാറൂഖുമായിട്ട് ഇതേപോലെ ചെയ്തായിരുന്നു. ഫോട്ടോ എടുത്തു. നീ ഇവിടെ നിന്ന് നോക്കട്ടെ. 48 MB ആയിട്ട് എടുക്കാൻ വേണം. ഷാൻഷാ, നിനക്ക് വയറ് കൂടുന്നുണ്ട് കേട്ടോ. വയറൊക്കെ ഇപ്പൊ ഇതല്ലേ, ലോക്ക്ഡൌൺ അല്ലേ? ലോക്ക്ഡൌണില് വയറൊക്കെ ഞാൻ ഒതുക്കും. ഞാൻ ഒതുക്കി നടക്കോളാം. HDR ഓൺ ആണ്. മാസ്ക് വെക്കണം പായിക്കാം. മാസ്ക് വെച്ച് ഒരു മുടി സൂപ്പറാടാ. കുഴപ്പമില്ല, ഒരെണ്ണം ഉണ്ട് കേട്ടോ, നോക്കട്ടെ.
ഞാൻ ഇതിനൊന്നേ ഒന്ന് ഒരു ഫുൾ സൈസിലേക്ക് മാറ്റിയിട്ടേ. ഇപ്പോൾ ഒരു ആസ്പെക്ട് റേഷ്യോ നമ്മൾ കുറഞ്ഞായിരിക്കണത്. അപ്പം ഞാനൊന്നൊരു ഒരു ഫുൾ നിൻ്റെ ഒരു റേഷ്യോ മൊത്തം ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്നാ നിൽക്കടാ. കാര്യം നമ്മൾ ഞാൻ നേരത്തെ പറയല്ലേ സാധാരണ മസിൽ പിടിക്കാന്ന് വെച്ചാൽ ഇരിക്കട്ടെ. എന്തായാലും ഫോട്ടോ നോക്കിയേ. മൊബൈലിൽ ഫസ്റ്റത്തെ ഫോട്ടോ അല്ലേ? ഫസ്റ്റ് ഫോട്ടോ എടുത്ത് നീ മസിൽ പിടുത്തോ. കളറൊക്കെ കൊള്ളാം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞേ ഈ വീഡിയോയിൽ കാണുമ്പോൾ വീഡിയോയിൽ അതിൻ്റെ ഒരു റിസൾട്ട് കളർ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക് ഇട്ട് കൊടുക്കാം. വൈഡ് ഒന്ന് എടുത്തോ കേട്ടോ. വൈഡ് അതാണ് വേണ്ടത് ഫോട്ടോയിൽ. ഇവിടെ നേരെ കണ്ടറിയാൻ പറ്റുള്ളൂ. ഒരു മോഡലാ. ഓ എൻ്റെ തമ്പുരാനെ. AI സപ്പോർട്ട് ഉണ്ട്. അവിടെ നിൽക്ക്. ഞാൻ AI ക്യാമറ ഓൺ ചെയ്ത് AI ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നിൻ്റെ എന്തെങ്കിലും ഇപ്പോൾ ഇത് ഏതാണെന്ന് നോക്കുന്നുണ്ട്. മാസ്ക് ആണെന്നൊക്കെ തിരിച്ചറിയാൻ നോക്കട്ടെ. ആ നെറ്റ് ഓണല്ല, അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ഓക്കെ, പോർട്രേറ്റ് മോഡ് എടുക്കണം. പോർട്രേറ്റ് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഫ്രണ്ടിലേക്ക് ഡെപ്ത് ഓഫ് ഫീൽഡൊക്കെ എങ്ങനെ ഉണ്ടെന്നോ. കലങ്ങി മറിഞ്ഞാടാ ഷാൻഷാ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായത് ഒറ്റ നോട്ടത്തി കേട്ടോ. വിലയും കൂടെ നോക്കണം നമ്മൾ. നിൻ്റെ ആ തലയുടെ എഡ്ജിലൊക്കെ ഒരു പിരിപിരാപ്പ് ഉണ്ടല്ലോ, ഇത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ കാണുമ്പോഴൊക്കെ ഒരു മൊഞ്ചനാണ് സാധനം. എന്നൊക്കെ ഒരു മിനിറ്റ്. മാക്രോ മോഡിൽ എടുക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. മാക്രോ എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനം ഇല്ലെങ്കിൽ നോക്കട്ടെ. കൊടുക്കുന്ന കാശിന് മുതലാണോന്ന് അറിയണല്ലോടാ ഷാൻഷാ. അതറിയണം ഭാഗ്യ. ഓക്കെ, ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടോ നോക്കിയാൽ. ഒന്ന് 48 MB എടുത്ത്, പിന്നെ അവിടെ തന്നെ ഒരു പോർട്രേറ്റ് മോഡിലും കൂടെ എടുത്ത ഫോട്ടോണൊക്കെ കണ്ടത്. ഇത് കുറച്ച് അല്ലേ രസമുണ്ട് വേണം. രസമുണ്ട്. അല്ലേ, പിന്നെ 15,000 രൂപ 14,000 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞ വലിയൊരു പ്രീമിയം സെഗ്മെന്റിൽപ്പെട്ട ഫോണല്ല. ആ ഒരു വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാന്നാ തോന്നണം കേട്ടോ. കാണാനൊരു മുഞ്ചൊക്കെ ഉണ്ട്. രസമുണ്ട്, കാണാൻ രസമുണ്ട്. കളറും വെറൈറ്റി ആണ് ഭാഗ്യ. ഷാൻഷാ വൈഡ് ആയിട്ട് നിൽക്കുക. ആ സ്ഥലത്ത് വൈഡ് ആയിട്ട് നിൽക്കുക. ഇത്ര മതിയാ? നീ അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം. അപ്പം നിന്റെ മൊത്തം കാണാൻ പറ്റും. നിൽക്കേ, നിന്റെ കാണാന്നല്ല, ഏരിയ മൊത്തം കാണാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റി മനസ്സിലാവുമല്ലോ. നിൽക്കടാ. ഓഫ് ലുക്കനാട്ടാ ഷാൻഷാ, പൊളിയാണോ? ഇത് നോക്കി, വൈഡ് കണ്ട. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വളരെ നല്ലൊരു കാര്യമാണ്. കുറച്ചല്ല നല്ല പോലെ. ഇനി ഒന്ന് കുറച്ചുകൂടെ വേറെ കുറച്ച് കളർ കയറിയുണ്ടല്ലോ. 2 മോഡൽ ഞാൻ എടുക്കണം കേട്ടാ. അങ്ങനെന്നോ. നമ്പർ 1X 2X 3 ഫോട്ടോ കാണാം. അതെ, കണ്ടോ? കുഴപ്പമില്ല. ഞാനൊരു പണി ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ മാക്രോ മോഡ് എന്ന് പറഞ്ഞില്ലായിരുന്നു. മൂവി ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒരു ഫോട്ടോയെ ഞാൻ മൂവി ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കട്ടെ. ഷാൻഷാക്ക് ഇനി എന്ത് മൂവി ഫ്രെയിം? പൂച്ച വ്യാപാരിക്ക് കൊള്ളാം. രസമുണ്ടല്ലേ? രസമുണ്ട്, കാണാൻ ഭംഗിയില്ലല്ലേ? മൂടാണ്, വേറെ വൈബാ. ഒരു വീഡിയോ എടുക്കട്ടെ ഷാൻഷാ. വീഡിയോ നമുക്ക് ഇതിലൊന്നും വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും പറ്റില്ലടാ. കാണിക്കണം. വേണ്ട, 30 FPS എടുക്കാൻ പോണം കേട്ടോ. ഇമേജ് വീഡിയോ സ്റ്റെബിലൈസേഷൻ ഒന്നും ഇല്ല. സ്റ്റെബിലൈസേഷൻ മനസ്സിലായി എന്താന്ന്? ചൂടല്ലടാ പൊട്ട. നീ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ പോകാം, അതാണ് ചൂടാ. നിന്റെ പൊന്നോ, ആളുകൾ ട്രോളിക്കൊല്ലും. നമുക്കറിയാലോ. നോക്കട്ടെ. നിങ്ങളിപ്പോൾ വീഡിയോയിലൂടെ കാണുന്നത് കേരളത്തിലെ പൂച്ച വ്യാപാരിയായ ഷാൻഷയെയാണ്. നടന്നേ. സൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓഫ്, എൻ്റെ പൊന്നോ പൊളിച്ചേട്ടാ. ഇനി വന്നേ. ഹലോ. വീഡിയോയിലൂടെ കാണുന്നത് കേരളത്തിലെ പൂച്ച വ്യാപാരിയായ ഷാൻഷയെയാണ്. നടന്നേ.
കുഴപ്പമില്ല കേട്ടോ, സൗണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, സൗണ്ട് കുഴപ്പമില്ല. ചെറിയ വീഡിയോ, പിള്ളേരുടെ വീഡിയോ ഒക്കെ എടുക്കാനേ. പക്ഷേ ഒരു കാര്യം നോക്കാൻ വേണം, ഈ വീഡിയോയിൽ മാക്രോ മോഡ് ഉണ്ട്. മാക്രോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് എടുക്കാം, അത് വീഡിയോ ഉണ്ടെന്നാ പറഞ്ഞു. പക്ഷേ നമുക്ക് ക്യാമറ 2 MB ഉള്ളത് അതുകൊണ്ട് വലിയൊരു ക്വാളിറ്റി പറ്റില്ല. ഓക്കെ, അങ്ങനെ ഫോട്ടോ എടുത്തേക്ക് വന്നു. മാക്രോ മോഡിൻ്റെ എവിടെ പറയുക? മാക്രോ മോഡ്, മാക്രോ മോഡ്. ഓക്കെ, 2 MB ഇതാണ് മാക്രോ മോഡ് കേട്ടോ. ഓ, ഇത് വലിയൊരു ക്വാളിറ്റി ഇല്ല, എങ്കിൽ ആ ഒരു ഓപ്ഷൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളത്. ഓക്കെ, അതത്ര 2 MB ഉള്ളല്ലോ, ആ വിലക്ക് പിന്നെ വലുത് വരാൻ പറ്റില്ല. ഇനി ഫ്രണ്ട് ക്യാമറ നോക്കണ്ട, ഫ്രണ്ട് അത്രക്ക് ഒരു സുഖമില്ലല്ലേ, കളറൊന്നൊരു കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യം ഫ്രണ്ട് ക്യാമറയിൽ നിന്നുകൊണ്ടിട്ടുള്ള ദൃശ്യമാണ്. ഞാൻ നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട്, പക്ഷെ അത് നമുക്കൊരിക്കലും നിർത്തിയ ക്വാളിറ്റി ഉണ്ട് നോക്കട്ടെ. ഓക്കെ നോക്കട്ടെ, ഓഫ് ആക്കട്ടെ. ഓ, അതുപോലെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ഓവറോൾ ഇത് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഒരു മീഡിയം, അതായത് ഞാൻ പറയില്ല, വീട്ടിലെ ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കാം, പിള്ളേർക്ക് വേണമെങ്കിൽ പഠിക്കാൻ വാങ്ങിച്ചു കൊടുക്കാം, അങ്ങനത്തെ പർപ്പസുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അതല്ലാതെ വലിയൊരു ആന കുതിര സാധനമൊന്നും അല്ല. എന്തായാലും ലോങ് ഷൂട്ടൊന്നും അല്ല, അതിൻ്റെ പർപ്പസ് ഇല്ലല്ലോ ഇതിൻ്റെ അകത്ത്. ആകെ 14,000 രൂപയോളം മാക്സിമം പ്രൈസ് വരണത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗെയിമൊക്കെ പിള്ളേരെ കൊണ്ട് കളിപ്പിച്ചാലേ കാര്യം അറിയാം. ഡിസൈൻ വൈസ് കൊള്ളാം. കോണിംഗ് കൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, 4 ക്യാമറ വരുത്തിയിട്ടുണ്ട്. പിന്നെ റെഡ്മി നോട്ട് 8നേക്കാൾ കൂടുതൽ കുറച്ചൊരു ഫീച്ചേഴ്സ് കാണുന്നുണ്ട് എന്തായാലും, അല്ലേ? പോകുമ്പോ സമയം ഇഷ്ടപ്പെട്ടോ?